അപ്പോൾ വെൽക്കം ബാക്ക് റോട്ടോ ടോക്സ്. അപ്പോൾ ഇന്നലത്തെ കളി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. വളരെ രസകരമായ കളികൾ, പല കണക്ക് കൂട്ടലുകളും തെറ്റിച്ച കളികൾ, പൂവർ ഡോമിനേഷൻ എന്നല്ലേ. നമ്മുടെ കണക്കൂട്ടലാണ് സോറി എൻ്റെ കണക്കൂട്ടലുകളാണ് തെറ്റിയത്. അതല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ കളി ഇപ്പോൾ പഞ്ചാബിനായിട്ടുള്ള RCBയുടെ കളി ജയിക്കുന്നു 100% എത്ര RCB ഫാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ശരിക്കും അങ്ങനെ തന്നെയല്ലായിരുന്നു. അല്ല, പക്ഷെ RCB ഫാൻസിന് ഈ ടീമിൽ ഭയങ്കരമായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇന്നലത്തെ മത്സരത്തിന് മുന്നേ ഇപ്പം നമുക്കറിയാവുന്ന RCB ഫാൻസ് പോലും ഭയങ്കര പ്രതീക്ഷ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു പ്രതീക്ഷയിൽ RCB ഒരു നോക്കൗട്ട് മാച്ചിനെ സമീപിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ജോഷ് ഹെയ്സൽവുഡ് ടീമിലുണ്ട്, സ്ക്വാഡിലുണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച RCB ഫാൻസ് ഉണ്ടായിരുന്നു. അത് ഒരു ബോളറെ ടീമിലുണ്ടായാലും ബോളിംഗ് എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ച. എന്തായാലും പേഴ്സണലി ഞാൻ വിചാരിച്ച രീതിക്കായിരുന്നില്ല ഇന്നലെ നടന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നല്ല. അപ്പോൾ പഞ്ചാബ് ഒന്നുമല്ലാതെ പേപ്പറിൽ പോലും ഇല്ലാത്ത രീതിയിൽ 101 റൺസിന് RCB ഓൾ ഔട്ടാക്കി വളരെ സുഖമായിട്ട് 10 ഓവറിൽ RCB ടാർഗറ്റ് ചേസ് ചെയ്യുകയും 9 വർഷത്തിന് ശേഷമാണ് RCB ഒരു IPL ഫൈനൽ കളിക്കാൻ പോകുന്നത്. ഒരു കിരീടത്തിൽ കുറഞ്ഞതൊന്നും RCB പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം. പക്ഷേ പഞ്ചാബിന് ഇനിയും ചാൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. കണക്കുകളിൽ ഒരുവിധം എല്ലാവരും പറഞ്ഞിട്ടുണ്ടാകും പഞ്ചാബിന് തന്നെയായിരുന്നു. പക്ഷേ പഞ്ചാബിക്ക് തോന്നുന്ന അവർ മുമ്പ് കൂട്ടിയ പ്ലാൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. കളി തുടങ്ങി വിക്കറ്റ് പോയപ്പോൾ പോലും അവരവരുടെ പ്ലാനിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല എന്ന് തോന്നുന്നു. അവരടിച്ച് കളിക്കാൻ തോന്നുന്നു. ആ ഗ്രൗണ്ട് അങ്ങനെ ഇത്തിരി റിസ്കി ഗ്രൗണ്ടായിട്ട് പോലും അവർ ഒന്നും നോക്കാതെയാണ് അടിക്കേണ്ടതെന്ന് തോന്നുന്നു. പഞ്ചാബിന് ഇന്നലെ ഒരു തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജും ഗ്രൗണ്ടിൽ നിന്ന് കിട്ടില്ല. അതായത് പഞ്ചാബ് ബാറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു ബൗളിംഗ് ട്രാക്ക് ആവുകയും RCBയുടെ ബാറ്റിംഗ് ട്രാക്ക് ആവുകയും. എന്തായാലും RCBയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്, കുറേയൊക്കെ ഞാൻ പലപ്പോൾ മറന്നും പോവും. എന്തായാലും ഈ ഒരു സീസൺ RCBയുടെ ഈ ഒരു സീസൺ അവരുടെ ഇതുവരെയുള്ള IPL ചരിത്രത്തിൽ ഏറ്റവും ബെസ്റ്റ് സീസണായി മാറിയേക്കാണ്. അത് ഫൈനലിലോട്ട് എത്തിയെന്നുകൊണ്ട് മാത്രമല്ല, 9 വർഷത്തിന് ശേഷം ഫൈനലിലേക്ക് എത്തുന്നു. തങ്ങളുടെ IPL ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഉയർന്ന ടാർഗറ്റ് അവർ ചേസ് ചെയ്തെടുക്കുന്നു. 17 വർഷങ്ങൾക്ക് ശേഷം ചെന്നൈനെ തോൽപ്പിക്കുന്നു. അങ്ങനെയാണ് RCB സീസൺ തുടങ്ങുന്നത്. ആ ചെപ്പോക്കിൽ തോൽപ്പിക്കുന്നു. CSKക്കെതിരെ 2 മത്സരങ്ങളിലും വിജയം. അത് ആദ്യമായിട്ടാണ് RCB നേടുന്നത്. 10 വർഷത്തിന് ശേഷം മുംബൈക്കെതിരെ വാങ്കഡയിലൊരു ജയം. അതുപോലെ 7 വർഷത്തിന് ശേഷം ഡൽഹിക്കെതിരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ഫിറോസ് ഷാ കോട്ട്ലയിലൊരു ജയം. അതുപോലെ 5 വർഷത്തിന് ശേഷം ഈഡൻ ഗാർഡൻസിൽ ഒരു ജയം സ്വന്തമാക്കുന്നു. അങ്ങനെ എല്ലാ ടീമുകൾക്കെതിരെയും ഇത്രയും നാളുകൾ ആ ടീമുകൾ RCBക്കെതിരെ കൊണ്ടുപോയിരുന്ന ആ ഒരു റെക്കോർഡ് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. പിന്നെ പ്ലേയേഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 9ഓളം പ്ലേയേഴ്സ് ഈ സീസണിൽ RCBക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സ് RCBക്ക് ആയിട്ട് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടുന്ന ഈ സീസണിലാണ്. അതായത് 1-2 പ്ലേയേഴ്സ് അല്ല RCBനെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നത്. കഴിഞ്ഞ ഒരു 10-18 വർഷം എടുത്തു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി, AB de Villiers, ക്രിസ് ഗെയിൽ, അങ്ങനെ കുറച്ച് താരങ്ങളുടെ പേര് മാത്രമാണ് RCBയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് സുയാഷ് ശർമ്മയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും RCBയുടെ ഒരു എല്ലാ പ്ലേയേഴ്സും അവരുടെ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒരു സീസൺ. അങ്ങനെ അവരെ എല്ലാ FA മാച്ചസും ജയിക്കുന്നു. അങ്ങനെ ലീഗ് സ്റ്റേജിൽ എല്ലാ FA മാച്ചസും ജയിക്കുന്ന ആദ്യ ടീമായിട്ട് മാറിയേക്കാണ് RCB. അങ്ങനെ കംപ്ലീറ്റ് ഡൊമിനൻസ് തന്നെ. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഒരു കിരീടം, അത് മാത്രമാണ് ഒരു വിജയമകലെ അവരുടെ 18 വർഷത്തെ സ്വപ്നവും കാത്തിരിപ്പും കോടിക്കണക്കിന് ആരാധകരുടെ ഇത്രയും നാളത്തെ അതിനൊക്കെ ഒരു വിരാമം ഒരു വിജയമകലെ നിൽക്കുകയാണ്. അപ്പോൾ RCB കപ്പ് എടുക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക. RCB ഫാൻസ് ആണെങ്കിലും ബാക്കിയുള്ള ഫാൻസ് ആണെങ്കിലും ഏത് ടീമാണ് ഫൈനൽ കപ്പ് എടുക്കാമെന്ന് പ്രിഡിക്റ്റ് ചെയ്യുക. അപ്പം ഇന്നലത്തെ മാച്ചിലേക്ക് വരുമ്പോൾ അപ്പോൾ പഞ്ചാബിന് എങ്ങനെയാണ് കണക്കൂട്ടിൽ തെറ്റി ശരിക്കും പറഞ്ഞാൽ അവരുടെ പ്ലാനിങ്ങിൽ നിന്ന് അവർ മാറിപ്പോയത് എവിടെയെന്ന്? പഞ്ചാബിൻ്റെ കേസ് നമ്മളിപ്പോൾ ഓൾറെഡി അവർ ഇത്തരത്തിൽ അവരുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പാണ്. ഇന്നലെ ഏകദേശം 9ഓളം ബാറ്റ്സ്മാൻമാർ അവരുടെ ടീമിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും അവർ 101 എന്ന് പറഞ്ഞ സ്കോർ എത്താൻ പറ്റിയുള്ളൂ. അത് അവരുടെ ബാറ്റിംഗ് ഇത്തരത്തിൽ കൊളാപ്സ് ആവുന്നത് നമ്മൾ മുന്നേ കൊൽക്കത്തയ്ക്കെതിരെ കണ്ടതാണ്. ബട്ട് സ്റ്റിൽ ആ മത്സരം അവർ ജയിച്ചു. പക്ഷേ ഇന്നലെ RCBക്കെതിരെ അത് അങ്ങനത്തെ അത്ഭുതം നടന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് കളിക്കുക. അതായത് നമ്മൾ പഞ്ചാബിൻ്റെ ഈ ഒരു സീസൺ സ്റ്റാർട്ടിങ്ങിൽ 1-2 വിക്കറ്റുകളൊക്കെ പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ആ റൺ റേറ്റ് സ്ലോ ഡൗൺ ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് പല കളി നോക്കിയിട്ടുണ്ട്. അത് സക്സസ് ആയിട്ടുണ്ട്. 200+ സ്കോർ ചെയ്ത 2 കളികളിലും ആദ്യം തന്നെ 3 വിക്കറ്റൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അത് വർക്കായില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് സുയേഷ് ശർമ്മയാണെങ്കിലും എടുത്ത് പറയേണ്ടത് ഹെയ്സൽവുഡ്, അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു മീം കണ്ടായിരുന്നു. ഹെയ്സൽവുഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഈ ഇദ്ദേഹത്തിന് ഒരു സ്റ്റാച്ചു പണിയ ചിന്നസ്വാമിയിൽ. അപ്പോൾ അത്രത്തോളം വലിയ ഇമ്പാക്റ്റാണ് RCBക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത്.
എന്നാലും അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ട് എന്ന് കണ്ടപ്പോൾ തന്നെ വിജയിച്ച ഒരു ആത്മവിശ്വാസമായിരുന്നു. അപ്പോൾ അമ്മാതിരി ഒരു മാച്ച് വിന്നർ. ഇന്നലെ കളി തിരിക്കുക തന്നെയാണ്. ആ ശ്രേയസ് അയ്യറിൻ്റെയും അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും വിക്കറ്റ്, അവിടെയാണ് കളി സത്യമായി തിരിഞ്ഞത്. ഓപ്പണേഴ്സ് പോകുന്നത് പഞ്ചാബ് ഒരു പരിധി വരെ അവർക്ക് ഓക്കെയാണ്, എന്നാലും അവർ പിടിച്ചെന്ന്. പക്ഷേ ശ്രേയസ് അയ്യറിൻ്റെ ഇംഗ്ലീഷിൻ്റെയും വിക്കറ്റ് അവിടെ വീണു. അതോടുകൂടി പഞ്ചാബ് കൊളാപ്സ് ആവുകയാണ്. അപ്പോൾ ഇന്നലെ സുയാഷ് ശർമ്മ, അദ്ദേഹം ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അടി കിട്ടിയിരുന്ന ഒരു ബോളറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നലെ ഒരു ഗോഡ് മോഡ് തന്നെയായിരുന്നു സുയാഷ് ശർമ്മ ഇന്നലെ. അത് സശാന്ത് സിംഗിൻ്റെ അതുപോലെ സ്റ്റോയിൻസിൻ്റെ ഒക്കെ വിക്കറ്റ് എടുത്ത പന്തെന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഡെലിവറീസ്. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും, വിരാട് കോഹ്ലിയൊക്കെ ഫീൽഡിൽ കൊലപാതക ലെവൽ എനർജി. അപ്പോൾ എല്ലാം കൊണ്ടും RCB ഇന്നലെ ഒരു ഇഞ്ച് പോലും എതിർ ടീമിന് വിട്ടുകൊടുത്തല്ലോ. ഒക്കെ തങ്ങളുടെ പേരിലാക്കുക തന്നെ ചെയ്തത്. ഒരു മത്സരം അതിന് പഞ്ചാബിനായിട്ടാണോ മുംബൈനായിട്ടാണോ ഗുജറാത്തിനായിട്ടാണോ ആരായിട്ടാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻസും കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് ഇടുക. ഒരുപാട് കുറവുകളുണ്ടെന്നറിയാം.